സ്വന്തമായി നമ്മുടെ വെബ്സൈറ്റിനോ മറ്റോ QR കോഡ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഇതിനെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് സൈൻ ചെയ്യുക. ഇവിടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കാണാം. അവിടെ നിന്ന് ആക്ടിവേറ്റ് അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്യുക. ആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന് എടുക്കുമ്പോൾ സെലക്ട് യുവർ QR കോഡ് ടൈപ്പ് എന്ന് കാണും. ഇവിടെ വെബ്സൈറ്റ്, ഇമേജസ്, MP3 അങ്ങനെ പല ഓപ്ഷനുകളും കാണാം. ഞാൻ ഇവിടെ നിന്ന് വെബ്സൈറ്റ് എന്നത് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുത്തു. ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL പേസ്റ്റ് ചെയ്യണം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ URL പേസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുത്തു. ഇനി നമ്മുടെ QR കോഡിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്യാൻ പറയും. ഇവിടെ നിന്ന് ഏതെങ്കിലും ടെംപ്ലേറ്റ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. താഴെ നമുക്ക് വെബ്സൈറ്റിൻ്റെയോ മറ്റോ ലോഗോ ആഡ് ചെയ്യാൻ സാധിക്കും. ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ലോഗോ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ലോഗോ സെലക്ട് ചെയ്യുന്നില്ല. QR കോഡിന്റെ ഡിസൈൻ സെലക്ട് ചെയ്തതിനു ശേഷം അടിയിലെ ഡൺ എന്ന് കൊടുക്കുക. നമ്മുടെ QR കോഡ് നിർമ്മിച്ചു വന്നിരിക്കുന്നത് കാണാം. നമുക്കിത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യാം. നമ്മൾ നിർമ്മിച്ച QR കോഡ് സ്കാൻ ചെയ്യാനായി QR കോഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മൾ QR കോഡ് നിർമ്മിച്ചപ്പോൾ കൊടുത്ത URL സൈറ്റ് ഓപ്പൺ ആയി വരും. ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനലാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഈ ആപ്പിൻ്റെ മുകൾ വശത്തായി ഒരു ഗാലറിയുടെ സിമ്പിൾ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ QR കോഡ് ഗാലറിയിൽ നിന്ന് എടുത്ത് നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ എൻ്റെ QR കോഡ് ഓപ്പൺ ആയി വന്നിരിക്കുന്നു. ഇത് നമുക്ക് ആവശ്യമുള്ള മാത്രം ചൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ ഓപ്പണായി വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ടെക്നോളജി സംബന്ധമായ അറിവുകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.